എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് പവർ ഓഫ് സൈലൻസ് ഇൻ സക്സസ്. ഒരാളുടെ വിജയത്തിൽ നിശബ്ദത എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ സൈലൻസ്, നിശബ്ദത എന്നൊക്കെ പറയുമ്പോൾ അതൊരു വീക്ക്നെസ് ആയിട്ടാണ് സംസാരിക്കാറുള്ളത്. ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊരു പോരായ്മയായിട്ടാണ് കാണുന്നത്. പക്ഷെ പലപ്പോഴും ജീവിത വിജയം കൈവരിക്കുന്നതിലും അല്ലെങ്കിൽ ഈവൻ ബിസിനസ്സിലാവട്ടെ ജോലിയിലാവട്ടെ പലപ്പോഴും പവർഫുള്ളായിട്ടുള്ളൊരു ടൂളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈലൻസ് എന്ന് പറയുന്നത്. കാരണം ശരിക്കും ഒരു ട്രൂ പവറും കോൺഫിഡൻസിൻ്റെയും ഒക്കെ ഒരു ലക്ഷണമായിട്ട് സൈലൻസ് ഇന്ന് മാറുന്നു. കാരണം എല്ലാവരും ഭയങ്കര വെപ്രാളവും തിരക്കിലും ഒക്കെ നടക്കുകയാണ്. ചിലർ ഈ സൈലൻസിലിരിക്കുന്നത് എപ്പോഴും സൈലൻ്റ് ആയിരിക്കുക എന്നുള്ളതല്ല, ചില കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതിലെ ഒരു പവർഫുൾ ടൂളായി സൈലൻസ് മാറുന്നു. കാരണം നമ്മുടെ ഒരു ഇന്നർ റിഫ്ലക്ഷനും ഗ്രോത്തിനും ഒക്കെ അത് വഴി തെളിയിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ നമ്മളെപ്പറ്റി എപ്പോഴാണ് ചിന്തിക്കുക? അല്പം സൈലൻസിലിരിക്കുമ്പോഴല്ലേ. അതുപോലെ നമ്മുടെ വളർച്ചയെപ്പറ്റി നമ്മൾ എപ്പോഴാണ് ചിന്തിക്കുന്നത്? അല്പം ശാന്തതയോടുകൂടി ഇരിക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈലൻ്റായിരിക്കുക എന്ന് പറയുന്നത് ഇന്നൊരു കഴിവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയമെങ്കിലും നമ്മുടെ തോട്ട് പ്രോസസ്സ് ഒന്ന് നന്നായിട്ട് അതിൽ വിശകലനം ചെയ്യാനും അതുപോലെ മറ്റ് ഡിസ്ട്രാക്ഷൻസും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി നിർത്തിയിട്ട് ഒരു കാര്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒരു സെൽഫ് അവെയർനെസ്സും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ടാക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ സൈലൻസ്. കാരണം കൂടുതൽ സൈലൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് തീർച്ചയായിട്ടും ഈ റിഫ്ലക്ഷൻ ടൈം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. ഒരു ദിവസം ഒരു അല്പസമയമെങ്കിലും ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു, എന്തൊക്കെ നേടിയെന്ന് സ്വയം ഒന്ന് വിശകലനം ചെയ്യുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ അല്പം ഇന്നിപ്പോൾ ആളുകളൊക്കെ യോഗയും മെഡിറ്റേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അല്പം ബ്രീത്തിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളൊന്ന് ശാന്തമായിട്ടിരിക്കുക. പിന്നെ ചിലപ്പോൾ ഒരു ശാന്തമായ സ്ഥലം കണ്ടെത്തി, ഇടയ്ക്കൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു യാത്രകൾ പോകുന്നതായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ക്വയറ്റ് പ്ലേസ് കണ്ടെത്തി ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഒന്നിരിക്കുന്നു. അതുപോലെ വളരെ ശാന്തതയോടുകൂടി, അത് ശാന്തതയെ പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിന്ന് സൈലൻസൊക്കെ ആളുകൾക്ക് പേടിയാണ്. ഇച്ചിരി സൈലൻ്റായിട്ടിരിക്കുമ്പോൾ തന്നെ ആ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരുപാട് ഉപാധികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അത് തന്നെയാണ് അടുത്ത് ചെയ്യേണ്ടത്. ടേൺ ഓഫ് യുവർ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അല്പസമയം നമുക്ക് വേണ്ടി തന്നെ നമ്മളൊന്ന് സ്പെൻഡ് ചെയ്തിരുന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ, അല്പം ശാന്തത പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് വലിയ വളർച്ചാ സാധ്യതകളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 6 കാര്യങ്ങൾ നിങ്ങളോട് ഞാനൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം കണക്ഷൻ ഇൻ സൈലൻസ് എന്ന് പറയുന്ന കാര്യമാണ്. അതായത് നമുക്കെപ്പോഴും ഒരു ഡീപ്പസ്റ്റ് കണക്ഷൻ ഉണ്ടാവണം സൈലൻസിൽ വെച്ചുകൊണ്ടാണ്. അതായത് നമ്മളെടുക്കുന്ന ശക്തമായ തീരുമാനങ്ങൾ, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുമായിട്ട് ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ സൈലൻ്റ് ആയിരുന്നു എന്ന് പ്ലാൻ ചെയ്യുമ്പോഴാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നന്നായി ഓർഗനൈസ്ഡ് ആവാൻ പറ്റുന്നത്. 2 ക്ലാരിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. എന്തെങ്കിലുമൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ പലപ്പോഴും ശാന്തമായിരുന്നു ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിന് പല ഓപ്ഷൻസ് നമ്മുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേ ചെയ്ത് നോക്കി ഏതാണ് മികച്ച തീരുമാനം, ആ സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്ത് തോട്ട്ഫുള്ളായിട്ടുള്ള നല്ല ചോയ്സ് എടുക്കാനൊക്കെ ശാന്തത നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഹീലിംഗ് പവർ, അതാണ് ഏറ്റവും വലിയൊരു ഗുണം സൈലൻസിൻ്റെ. പലപ്പോഴും നമ്മൾ വലിയ വേദനകൾ, വിഷമങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ തിരിച്ചടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊന്ന് പുറത്തു വരാൻ അല്പം സൈലൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ ഇമോഷണലി നമ്മളൊന്ന് പ്രോസസ്സ് ചെയ്ത് ആ റിക്കവറിക്ക് തയ്യാറെടുപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഗുണം. 4ാമത്തെ കാര്യം ക്രിയേറ്റീവ് സ്പേസ് ഉണ്ടാക്കി തരുന്നു. നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ളൊരു സാധനം ചെയ്യണമെങ്കിൽ അല്പം സൈലൻസിലൊക്കെ ഇരുന്ന്, അത് ചിലർ ആർട്ടായിരിക്കും അവരുടെ ഇഷ്ടം, റൈറ്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ആക്ടിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നല്ല എന്തെങ്കിലും ഒരു സംഭവം കൊണ്ടുവരണമെങ്കിൽ അല്പം സൈലൻസിൽ ഇരിക്കേണ്ടതുണ്ട്. അത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. 5 കൾച്ചറൽ പേഴ്സ്പെക്റ്റീവ്സ്. നമുക്ക് പല പല സംസ്കാരത്തിൽ നിന്ന് വന്ന ആളുകളൊക്കെ ആയിട്ടൊന്ന് ഇഴുകി ചേർന്ന് ഒരുമിച്ചൊക്കെ പോകണമെങ്കിൽ ആ ശാന്തത നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. കാരണം അപ്പം മറ്റുള്ള പലരെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, കേൾക്കാൻ തയ്യാറാവും. അതൊക്കെ അതിൻ്റെ ഒരു സൂചനകളാണ്. ആൻഡ് 6th വൺ ഈസ് മൈൻഡ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. മൈൻഡ്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ സൈലൻസ് ശരിക്കും കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനെയാണ്. കാരണം പലപ്പോഴും ലേണിംഗ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ അല്പം സൈലൻ്റ് ആകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കേൾക്കാൻ കൂടുതൽ തുടങ്ങും, മറ്റുള്ളവർക്ക് നമ്മളോട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, ലിസൺ ചെയ്യുന്ന ആളുകളെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും. ലിസണിങ്ങിൻ്റെ ഒരു ഡെപ്ത് തന്നെ നമ്മളുടെ ഈ സൈലൻസ് കൂട്ടിത്തരും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു മൈൻഡ്ഫുൾ കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ ഈ സൈലൻസ് എന്ന് പറയുന്നത് അത്ര മോശം കാര്യമല്ല, അല്ലെങ്കിൽ അല്പം ശാന്തതയോടുകൂടി ഇരിക്കുക എന്ന് പറയുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ള കാര്യമാണ്. ശാന്തത കൈവരിക്കുക അല്ലെങ്കിൽ ശാന്തമായ രൂപത്തിൽ ഇടപഴകാൻ പറ്റുന്ന ആളുകൾക്ക് എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും സ്വീകാര്യത ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ അത് നമ്മുടെ ഒരു സ്ട്രെങ്ത്തായി മാറ്റാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു.